LPG പ്രതിസന്ധി തുടരുന്നതിനിടെ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ നിന്നും ഗ്യാസ് കുറ്റി മോഷണം പോയൊരു വാർത്തയുണ്ട്. ചാല ആര്യശാലയിലെ VS ഹോട്ടലിൽ നിന്ന് പുലർച്ചെയായിരുന്നു കവർച്ചാ. സംഭവത്തിൽ ഹോട്ടൽ ഉടമ ഫോർട്ട് പോലീസിന് പരാതി നൽകി. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വിശദാംശങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സാരംഗ്, നമ്മൾ നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്നത് യുദ്ധത്തിൻ്റെ കെടുതികളെക്കുറിച്ചാണ്. ആൾനാശം ഉണ്ടാകുന്നുണ്ട്, പല രാജ്യങ്ങളിലും ഇത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ, കേരളത്തിൽ LPG പ്രതിസന്ധി അതിരൂക്ഷമാകുന്നു. പല ഹോട്ടലുകളും അടച്ചിടേണ്ട സാഹചര്യം. അതിനിടെയാണ് ഈ ഗ്യാസ് കുറ്റി മോഷണം പോയൊരു സംഭവം തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നത്. ഇത് ഹോട്ടലുകാർ തന്നെ ആയിരിക്കുമോ ഈ മോഷണത്തിന് പിന്നിൽ? കാരണം ഈ ഗ്യാസ് പാചകവാതകം കിട്ടാത്തത് കൊണ്ട് പല ഹോട്ടലുകളും അടച്ചിട്ടിരിക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. ടോമ, കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് പുലർച്ചെ 1:45 കൂടിയാണ് ഈ സംഭവം. ചാല മാർക്കറ്റിലെ ആര്യശാല ഭാഗത്ത് വെച്ചാണ് ഒരു സ്വകാര്യ ഹോട്ടലിൽ നിന്നും ഈ ഒരു ഗ്യാസ് സിലിണ്ടർ, വാണിജ്യ സിലിണ്ടർ കള്ളൻ വളരെ വിദഗ്ധമായി മോഷ്ടിച്ചത്. അതിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സ്ഥലത്തെ പറ്റിയും ഈ ഒരു കടയെ പറ്റിയും നല്ല ധാരണയുള്ള ഒരു വ്യക്തിയാണ് ഈ മോഷണം നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കള്ളത്താക്കോൽ ഉപയോഗിച്ചിട്ടാണ് അകത്തേക്ക് കയറിയത് എന്നാണ് പോലീസ് പറയുന്നത്. അതിനൊപ്പം തന്നെ കള്ളത്താക്കോൽ ഉപയോഗിച്ച് അകത്ത് കയറുന്നു. അതിനുശേഷം ഫ്യൂസ് ഊരിക്കൊണ്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിന് ശേഷമാണ് ഈ ഗ്യാസ് സിലിണ്ടർ മോഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണ് ഈ ഒരു സ്ഥലത്തെക്കുറിച്ചും ഇവിടെ ഗ്യാസ് ഉണ്ടെന്നുള്ള കാര്യം, അതായത് സ്റ്റോക്ക് ഉണ്ടെന്നുള്ള കാര്യം അടക്കം വളരെ കൃത്യമായി അറിയുന്ന ആൾ തന്നെയാണ് മോഷണം നടത്തിയത്. അത് നേരിട്ട് പരിചയമുള്ള ആൾ തന്നെയാണോ, അത് വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി അടക്കമുള്ള രീതിയിലാണോ ഈ ഒരു മോഷണം എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും പിന്നീട് ഇവിടെ നിന്നും ഗ്യാസ് കുറ്റി മോഷണം പോയത് പിന്നീട് കൃത്യമായ CCTV ദൃശ്യങ്ങൾ പതിഞ്ഞത് ഇവിടെ ഇൻവേർട്ടർ സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു തെളിവുകളൊന്നും തന്നെ ഇല്ലാതെ ഈ മോഷണം നടത്താനുള്ള ശ്രമം വിഫലമായത്. ഇപ്പോൾ ഈ ഒരു CCTVയിൽ പതിഞ്ഞ വ്യക്തിയുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നടക്കുന്നത്. ഹോട്ടൽ ഉടമയ്ക്ക് നേരിട്ട് പരിചയമുള്ള ആളല്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഈ ഒരു സ്ഥലത്തെ പറ്റി വളരെ നല്ല ധാരണയുണ്ട്. കൃത്യമായി താക്കോലടക്കം, കള്ളത്താക്കോൽ ഉണ്ടാക്കി അകത്ത് കയറണമെങ്കിൽ അത്ര എളുപ്പമല്ല. അതിനൊപ്പം തന്നെ ഫ്യൂസ് എവിടെയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായി കള്ളനെ അറിയാമായിരുന്നു. അതിനുശേഷമാണ് ഗ്യാസ് മോഷണം നടത്തുന്നത്. നമുക്കറിയാം, ഈ ഒരു യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വാണിജ്യ സിലിണ്ടറുകൾക്ക് വലിയ ക്ഷാമമാണ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിലിണ്ടർ നഷ്ടപ്പെടുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കള്ളന്മാർ ഇതിനു മുൻപ് ഇതേപോലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഉള്ളി ഇങ്ങനെ വിലക്കയറ്റമുള്ള സമയത്ത് ഉള്ളി മോഷണം പോകുന്ന അടക്കമുള്ള സാഹചര്യം നിലനിന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ, അല്ലെങ്കിൽ ഈ ഒരു ഹോട്ടൽ ഉടമയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമാണോ ഇയാൾ തീർത്തത് എന്ന കാര്യത്തിൽ അടക്കം വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ഒരു LPG സിലിണ്ടർ തിരിച്ചു കിട്ടുന്നതും അത്യാവശ്യമാണ്. കാരണം സിലിണ്ടറുകൾ ഇല്ലാത്തതുകൊണ്ട് കടകൾ അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉടമയുടെ. തീർച്ചയായും സാരംഗ് സൂചിപ്പിച്ചതുപോലെ ഈ സിലിണ്ടറുകൾ ഇല്ലാത്തത് ഹോട്ടലുകളെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും. പക്ഷെ അതിനിടെയാണ് ഈ ഒരു കള്ളൻ LPG സിലിണ്ടറുമായി കടന്നു കളയുന്നത്. CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ പ്രതിയെക്കുറിച്ച്, ഈ കള്ളനെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഈ ദൃശ്യങ്ങളിൽ നിന്നും ഇയാളുടെ മുഖം വ്യക്തമാണോ? ദൃശ്യങ്ങളിൽ മുഖം വ്യക്തമാണ്. കാരണം CCTV ഓഫ് ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് കൊണ്ട് തന്റെ മുഖം CCTVയിൽ പതിയില്ല എന്നൊരു ധൈര്യത്തോടു കൂടിയാണ് കള്ളൻ അകത്തേക്ക് കയറിയത്. പക്ഷെ അതിന്റെ വിഫലമായിരിക്കുകയാണ്. കാരണം ഒരു ഇൻവേർട്ടർ സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായി മുഖം പതിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നേരിട്ട് പരിചയമുള്ള ഒരാൾ എന്ന രീതിയിലല്ല ഇപ്പം അന്വേഷണം പോകുന്നത്. കാരണം ഹോട്ടൽ ഉടമയ്ക്ക് ഈ വ്യക്തിയെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു ഹോട്ടലുമായി നല്ല രീതിയിൽ ബന്ധമുള്ള, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലവും പരിസരവും ഈ ഹോട്ടലിലെ രീതികളും എല്ലാം കൃത്യമായി അറിയുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കണം ഈ ഒരു മോഷണത്തിന് പിന്നിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ സൂക്ഷിച്ച സ്ഥലം, ഒപ്പം തന്നെ ഫ്യൂസ് ഏത് ഭാഗത്താണ്, കള്ളത്താക്കോൽ ഉണ്ടാക്കാനടക്കം സാധിച്ചു എന്ന് പറയുമ്പോൾ അത് കൃത്യമായ ആലോചനയോടുകൂടി, അതായത് കൃത്യമായ ഗൂഢാലോചനയോടുകൂടി നടത്തിയ ഒരു കളവാണ് എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരിലേക്കാണ് അന്വേഷണം വ്യാപിക്കുന്നത്. ഒപ്പം വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ഈ ഒരു ഹോട്ടൽ താൽക്കാലികമായി അടച്ചിടേണ്ട സാഹചര്യം വരണം എന്ന രീതിയിൽ ഈ ഒരു ഹോട്ടൽ ഉടമയുമായി ബന്ധപ്പെട്ട വ്യക്തിവൈരാഗ്യമുള്ള ആൾക്കാരാണോ ഈ ഒരു മോഷണം നടത്തിയതെന്നടക്കമുള്ള രീതിയിൽ
രീതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. എന്തുതന്നെയാലും സുപ്രധാനപ്പെട്ട തെളിവ് CCTV ദൃശ്യങ്ങളാണ്. ആ CCTV ദൃശ്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഈ ഒരു മോഷണം നടന്ന സമയത്ത് മറ്റ് CCTV ദൃശ്യങ്ങൾ, അതായത് ചാല മാർക്കറ്റിനടക്കമുള്ള മറ്റ് ഈ കള്ളൻ എങ്ങോട്ടേക്കാണ് പോയത്, മാത്രമല്ല ഈ ഒരു LPG സിലിണ്ടർ, വാണിജ്യ സിലിണ്ടർ അവിടെ നിന്നും കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അത് അത്രയും ഈ ഒരു നിറച്ച സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നും എങ്ങനെ കൊണ്ടുപോയി, ഏത് ഭാഗത്തേക്ക് എത്തിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. എന്തുതന്നെയാലും CCTV ദൃശ്യങ്ങളിൽ കള്ളനെ പതിഞ്ഞതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ ഒരു മോഷ്ടാവിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ടോം. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകി. എന്തായാലും ഈ ദിവസങ്ങളിൽ ഈ ഹോട്ടൽ ഉടമകൾ മാത്രമല്ല, ഓരോ വീട്ടുകാരും ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കാരണം പാചകവാത സിലിണ്ടർ ഇല്ല, അത്രയ്ക്കും വിലവർദ്ധനവ് വരും ദിവസങ്ങളിൽ ഉണ്ടാകാം. അതിൻ്റെ ലഭ്യതക്കുറവ് ഇതുപോലുള്ള മോഷണങ്ങൾക്കും വഴിവെച്ചേക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.